കൂട്ടരാണ്. ഇതിൻ്റെ സംവിധായകൻ എനിക്ക് പരിചയമില്ല, വേറെ ആരെയും വലിയ പരിചയമൊന്നുമില്ല, നിർമ്മാതാക്കളെയും പരിചയമില്ല. വേഫർ ഇതിനു മുമ്പ് വേറെ ഒരുപാട് പടം കൊടുത്തിട്ടുണ്ട്, അവിടെ ഞാൻ പോയിട്ടില്ല. പക്ഷെ ഈ പടത്തിന് വന്നത് എന്താണെന്നാണ് ഞാൻ ഈ പടത്തിന് വിളിക്കാൻ വന്നപ്പോൾ എന്ത് ധൈര്യത്തിലാണ് വിളിക്കാൻ വന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ വേറെ എങ്ങും പോയിട്ടില്ലാത്തതുകൊണ്ടാണ്. എന്നെ പേടി ഞാൻ കടുവ പുലിയൊന്നുമല്ല. പുള്ളി ഒന്ന് ചുമ്മാ രസം ഇരിക്കുന്ന ഒരു കുഴപ്പമുണ്ട്, കഥ ചകഞ്ഞ് നോക്കുന്ന പരിപാടി. ഞാൻ ഈ സിനിമയുടെ കഥ ഇങ്ങനെ ചകഞ്ഞ് കുറേ കഥ ഇങ്ങനെ ഏകദേശം അവസാനം വരെ പറഞ്ഞു. എനിക്ക് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് സിനിമ പൂർണ്ണമായിട്ട് ഇവിടെ പറയുന്ന പോലെ തിയേറ്റർ സ്ക്രീനിൽ വന്നാൽ ഇതുവരെ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായിട്ടുണ്ടാവും. ഈ സിനിമയുള്ള സമീപനം, ഈ സിനിമ എഴുതിയിരിക്കുന്ന രീതി, അഭിനേതാക്കളുടെ പ്രകടനങ്ങളെല്ലാം വലിയ ദൈവന്മാരും അല്ല, എന്നാലും നല്ല അഭിനയം കഴിച്ചു വെച്ച്. ഇപ്പോൾ ഈ ട്രെയിലർ കണ്ടപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ സമാധാനമായത്. വന്നത് വെറുതെ ആയല്ലോ, അഭിനയിക്കാൻ പറ്റുമോ. ഗംഭീര ട്രെയിലറാണ്, നല്ല മ്യൂസിക്കുണ്ട്. പിന്നെ വേറെ ഒരു കാര്യം ഞാനല്ലോ, ഇപ്പോൾ ഇന്ദ്രൻസിനെ കണ്ടിട്ട് എന്നോട് ഒരു അക്ഷരം വേണ്ടിയില്ല. ഇവിടം വരെ വരുമോ എന്നൊന്നും ചോദിച്ചോളൂ. ഞാൻ ഇന്ദ്രൻസ് ആദ്യകാല സിനിമയിലേക്ക് അഭിനയിക്കുമ്പോൾ ഇന്ദ്രൻസിൻ്റെ ഒരു കൈൻഡ് ഓഫ് ബോഡി ഷേമിങ് റോളുകളാണ് അദ്ദേഹത്തിൻ്റെ. അന്നത്തെ കാലം. ഇന്നത്തെ കാലത്ത് പുള്ളി അഭിനയം കൊണ്ട് എല്ലാവരെയും ഷെയിമായിക്കൊണ്ടിരിക്കും. ഞാൻ ചില സിനിമകൾ അദ്ദേഹത്തിന് കാണുമ്പോൾ അന്നപ്പെട്ടിരുന്നു പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് ആൾക്കാർ കളിയാക്കി പറഞ്ഞതൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര പ്ലസ് ആകുകയാണ്. എല്ലാ കുറവുകളും എല്ലാം അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റികളായി മാറുകയാണ്. ഞാൻ കുറേയേറെ സിനിമകൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണും. ആ പമ്പ് സെറ്റ് സിനിമ, ഞാൻ എൻ്റെ പേര് പമ്പ് സെറ്റ്, പേര് ഓർമ്മയുണ്ടോ? എന്ത് പമ്പ് സെറ്റ്? എന്ത് പമ്പ് സെറ്റ്? പമ്പ് സെറ്റ് എന്ന് പറഞ്ഞ സിനിമ ജലധാര പമ്പ് സെറ്റ്. അത് നിങ്ങൾ എത്ര പേര് കണ്ടോന്ന് എനിക്കറിഞ്ഞില്ല. നല്ല രസമുള്ള സിനിമയാണ്. പിന്നെ ഒരു സിനിമയുണ്ട്, പറയട്ടെ ഏതായിരിക്കും? ഷിനിഗാൻ, കുട്ടൻ്റെ ഷിനിഗാൻ. നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. എന്നെ കളിയാൾ കളിച്ചിരിക്കുന്നത് നിങ്ങളാരും വിശ്വസിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരാളാണ് കാലനായിട്ട് അഭിനയിക്കുന്നത്. അത് സൂട്ടൊക്കെ ഇട്ട് സൂട്ട് കേസിൽ ഒരു 2 ചെരുപ്പമായിട്ട് ഇറങ്ങും. വണ്ടർഫുൾ. അത് നല്ല സിനിമയാണ് കേട്ടോ. അതിനകത്ത് മറ്റേ ഇടുക്കി ജാഫറും ഇങ്ങേരും കൂടെ ഞാനാ നീയൊന്നും പറഞ്ഞ് അത്രത്തോളം നല്ല പ്രകടനം കാണിച്ചിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് ഈ നടന്മാരുടെ കുറവുകൊണ്ടല്ല, നടന്മാരോ ഗുണം മാത്രമെന്നല്ല ഞാൻ പറയുന്നത്. ഒരുപാട് നല്ല കഥകളും കഥാപാത്രങ്ങളും അഭിനയിക്കാൻ അവസരങ്ങളുള്ള കഥയും കഥാപാത്രങ്ങളും മലയാളത്തിലുണ്ടാവുന്നുണ്ട്. അത് നമ്മുടെ ഭാഗ്യമോ നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗ്യമോ അവരുടെ സഹകരണമോ പ്രോത്സാഹനമോ ഒക്കെ തന്നെയാണ് എല്ലാ സിനിമയും അങ്ങനെ വളരുന്നത്. ഈ സിനിമയ്ക്ക് അവർക്ക് എന്താണെന്ന് അറിയില്ലാത്തൊരു കാര്യം കൊണ്ടാണ് ഞാൻ വന്നത്. ഈ സിനിമയെ ഒന്ന് പരിചയപ്പെടുത്താൻ കൂടെയാണ് എൻ്റെ വരവ്. സിനിമയെ പറ്റി ഒരുപാട് പറഞ്ഞ് പരിചയപ്പെടുത്താൻ പറ്റില്ല. സിനിമയും ഉണ്ട് ഈ സിനിമയിൽ. അങ്ങനെ 3 സിനിമയുണ്ട്. ഒരു സിനിമ, സിനിമയുടെ ഒത്തൊരു സിനിമ, പിന്നെ ഒരു സിനിമ. അത് പറയുമ്പോൾ നിങ്ങൾക്കൊന്നും സാധാരണ പോലെ തോന്നുമായിരുന്നു. അതൊരു ഒരു അത്ഭുത പരിപാടിയാണ്, വൻ പരിപാടിയാണ്. അപ്പോൾ ഇവരെടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത് കഥ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പം വരില്ലെന്ന് ഞാൻ അവർക്ക് ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെയുള്ള സംരംഭങ്ങളുടെ ഭാഗമാകാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയെങ്കിലും ഇതോട് നമ്മൾ ചേർന്ന് നിൽക്കണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് സിനിമ ഇത് കാണുന്ന പ്രേക്ഷകരും എന്നെ കേൾക്കുന്ന ആളുകളും ഈ സിനിമ ഉപേക്ഷിക്കുക. താങ്ക് യു സോ മച്ച് മമത. നമുക്കൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ഈ സിനിമയിലെ കുറച്ച് മെയിൻ കഥാപാത്രങ്ങളുണ്ട്, അവരൊന്ന് സ്റ്റേജിൽ വിളിച്ചിട്ട് നമുക്കൊരു ഫോട്ടോ എടുക്കാം. Can I please welcome Shobhi Chetta, Jomon, Bipin. Come. ഇനി anybody I'm missing? കനകം ടെക്നീഷ്യൻസും വരാം നമ്മളുടെ.
ചേച്ചി ടെക്നീഷ്യൻസ് ക്രൂ